ഇന്ന് ക്രിസ്തീയ വിശ്വാസം സംശയിക്കുന്നവർ ചോദിക്കുന്ന ചോദ്യങ്ങളിലെ ഒന്നാണ്, നസറേനായ യേശു യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നോ? ചിലർ പറയുമായിരിക്കും, ആദിമസഭ ഉണ്ടാക്കിയ ഒരു മിഥ്യയാണ് യേശു എന്ന്. മറ്റു ചിലർ പറയുമായിരിക്കും, ബൈബിൾ ഒരു മതപരമായ പുസ്തകമായതുകൊണ്ട് തന്നെ അതിനെ ചരിത്രപരമായിട്ടുള്ള തെളിവായിട്ട് എടുക്കാൻ പറ്റില്ല എന്ന്. യഥാർത്ഥത്തിൽ അത് ശരിയാണോ? ബൈബിളിനെ നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിൽ തെളിവുണ്ടോ യേശു എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരുന്നു എന്നുള്ളത്? തെളിവുണ്ട്. ഇൻഫാക്ട് ഈ തെളിവെന്ന് പറയുന്നത് അത്രമാത്രം സ്ട്രോങ് ആണ് ദറ്റ് ഈവൻ ഏറ്റവും നിരീശ്വരവാദികളായിട്ടുള്ള ചരിത്രകാരന്മാർ പോലും സമ്മതിക്കും നസ്രായനായ യേശു യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്ന്. അപ്പോൾ ഇന്നത്തെ ഈ സന്ദേശത്തിൽ ആ തെളിവുകൾ എന്തെല്ലാമാണെന്നുള്ളതാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത്. ആൻഡ് അവസാനം ഒരു പ്രധാനപ്പെട്ട ചോദ്യവും കൂടെ നമ്മളൊന്ന് ഫേസ് ചെയ്യും. യേശു ജീവിച്ചിരുന്നോ എന്നുള്ളത് മാത്രമല്ല, യഥാർത്ഥത്തിൽ യേശു ആരാണ്? അപ്പം ഇത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചരിത്രവും തിയോളജിയും അല്ലെങ്കിൽ ദൈവശാസ്ത്രം. കാരണം അവ രണ്ടും രണ്ടാണ്. ചരിത്രം ചോദിക്കും, ഇന്ന ഇന്ന വ്യക്തി ജീവിച്ചിരുന്നോ, ഇന്ന ഇന്ന സംഭവങ്ങൾ സംഭവിച്ചിരുന്നോ. നേരെ മറിച്ച് ദൈവശാസ്ത്രം തിയോളജി ചോദിക്കും, ആ സംഭവങ്ങളുടെ അർത്ഥം എന്നാണ്, ആരാണ് യേശു? അപ്പോൾ ആരെങ്കിലും ക്രിസ്തീയ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞാലും അവർക്ക് ചരിത്രപരമായിട്ടുള്ള തെളിവുകൾ പരിശോധിക്കാം. നമ്മളിപ്പോൾ ജൂലിയസ് സീസറിൻ്റെ ജീവിതത്തെ പരിശോധിക്കുന്ന പോലെയോ അല്ലെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജീവിതത്തെ പരിശോധിക്കുന്നത് പോലെയോ ചരിത്രത്തിന് ചോദിക്കാം, യഥാർത്ഥത്തിൽ യേശു ജീവിച്ചിരുന്നോ? ഇന്ന് ഏറ്റവും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ചരിത്രമൊക്കെ പഠിക്കുന്ന ആൻറ്റിക്വിറ്റി, ഏറ്റവും പുരാതനമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന ചരിത്രകാരന്മാർ പോലും നിരീശ്വരവാദികളും അഗ്നോസ്റ്റിക്കുകളാണെങ്കിൽ പോലും അവർ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, യേശു ജീവിച്ചിരുന്നു. പണ്ഡിതന്മാർക്ക് പല അഭിപ്രായങ്ങൾ കാണും യേശുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ യേശുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ചും. പക്ഷേ അവരെല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, നസറേനായ യേശു യഥാർത്ഥത്തിൽ ഒരു ചരിത്ര പുരുഷനായിരുന്നു. എന്തുകൊണ്ടാണ്? കാരണം നമുക്ക് പല മൾട്ടിപ്പിളായിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്രോതസ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് അവ എന്താണെന്നുള്ളതെന്ന് ചെക്ക് ചെയ്യാം. ഒന്നാമത്, യഹൂദ ചരിത്രകാരനായിരുന്ന ജോസീഫസ് വളരെ പ്രധാനപ്പെട്ട ചില വർക്കുകളൊക്കെയും എഴുതിയിട്ടുണ്ട്. അതിലെ ഏറ്റവും വെൽ നോൺ ആയിട്ടുള്ള രണ്ടെണ്ണമാണ് തൻ്റെ ആ ഇൻസൈഡർ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് റോമിനെതിരെ യഹൂദർ നടത്തിയ യുദ്ധം, ദ ജൂയിഷ് വാർ എഗൻസ്റ്റ് റോം, 66 മുതൽ 73 AD കാലയളവിൽ. പിന്നെ അതിൻ്റെ കൂടെ ആദാം ഔവ മുതൽ റോമിനെതിരെ യുദ്ധം ചെയ്ത ആ യഹൂദ യുദ്ധം വരെയുള്ള കാലയളവ്, യഹൂദ ചരിത്രത്തെപ്പറ്റി താൻ എഴുതിയ 20 വോളിയത്തിൻ്റെ ആ വർക്ക്, അതിനെ വിളിക്കുന്നതാണ് ദി ആൻറ്റിക്വിറ്റീസ് ഓഫ് ദ ജൂസ്. ഈ ജോസീഫസ് ഒരു യഹൂദ ചരിത്രകാരനായിരുന്നു. ഏകദേശം 93 AD താൻ ഇതെല്ലാം എഴുതുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യോസീഫസ് ഒരു ക്രിസ്ത്യാനി അല്ലായിരുന്നു. തന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ വിശ്വാസത്തെ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. യോസീഫസിൻ്റെ ആ എഴുത്തുകളിൽ, പ്രത്യേകിച്ച് ദി ആൻറ്റിക്വിറ്റീസ് ഓഫ് ദ ജൂസിൻ്റെ ബുക്ക് 18 താൻ വിവരിക്കുന്നത്, യേശു ജ്ഞാനിയായ ഒരു മനുഷ്യനായിരുന്നു, യേശു അത്ഭുതകരമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്തു, യേശു ശിഷ്യന്മാരെയൊക്കെയും ആകർഷിച്ചു, പൊന്തിയോസ് പിലാത്തോസ് യേശുവിനെ ക്രൂശിക്കുവാനായിട്ടുള്ള രീതിയിൽ വിധിച്ചു, യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ മരണത്തിന് ശേഷവും ആ വിശ്വാസത്തിൽ തുടർന്നു എന്ന്. പിന്നെ ആ യോസീഫസിൻ്റെ ദി ആൻറ്റിക്വിറ്റീസ് ഓഫ് ദ ജൂസ് എന്ന് പറയുന്ന ആ വർക്കിൽ 20ാമത്തെ പുസ്തകത്തിൽ യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് യാക്കോബിനെ നിയമവിരുദ്ധമായി വധശിക്ഷ നൽകിയതുമായി ബന്ധപ്പെട്ടാണ്. യോസീഫസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അനാനസ് എന്ന് പറയുന്ന യഹൂദ മഹാപുരോഹിതൻ സൻഹദ്രീനെ നിയമവിരുദ്ധമായി കൺവീൻ ചെയ്തു AD 62. എന്നിട്ട് യേശുവിൻ്റെ സഹോദരനായിരുന്ന യാക്കോബിനെ നിയമവിരുദ്ധമായിട്ടുള്ള രീതിയിൽ കൊല്ലിച്ചു. ഈ യേശുവിനെ വിളിക്കുന്നത് ക്രിസ്തു എന്നും പേർ വിളിച്ചിരുന്നു എന്ന് യോസീഫസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെഫറൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, യേശുവിന് യാക്കോബ് എന്ന പേരുള്ള ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി നമുക്ക് പുതിയ നിയമത്തിൽ തന്നെ തെളിവുകളുണ്ടല്ലോ, മർക്കോസ് 6:3 ഗലാത്യർ 1:19 അപ്പോൾ അതിൽ നിന്ന് കൺഫർമേഷനാണ് യേശു യഥാർത്ഥമായും ഒരു ചരിത്ര പുരുഷനായിരുന്നു, യേശുവിനെ ക്രിസ്തു എന്നും വിളിച്ചിരുന്നു. വേദവേ, ഞാൻ മറ്റൊരു സന്ദേശത്തിൽ എങ്ങനെയാണ് പുതിയ നിയമം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് യേശുവിന് മറ്റ് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സന്ദേശം ഇതിനുമുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സന്ദേശത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇനി അടുത്ത വ്യക്തിയാണ് ടസീറ്റസ്. പല ചരിത്രകാരന്മാരും ടസീറ്റസിനെ കാണുന്നത് ഏറ്റവും വലിയ റോമൻ ചരിത്രകാരൻ എന്ന രീതിയിലാണ്. തൻ്റെ പ്രധാനപ്പെട്ട വർക്കായിരുന്ന അനൽസ് താൻ എഴുതുന്നത്
116 മുതൽ 118 AD കാലയളവിലാണ്. റോമൻ ചക്രവർത്തിമാരായ ട്രാജൻ്റെയും ഹേഡ്രിയൻ്റെയും ആ ഭരണത്തിൻ്റെ സമയത്താണ് താനിത് എഴുതുന്നത്. ടസീറ്റസിന് ഈ ക്രിസ്ത്യാനികളെ ഇഷ്ടമേ അല്ലായിരുന്നു. തന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ വിശ്വാസത്തെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. താൻ ക്രിസ്തീയ വിശ്വാസത്തെ തന്നെ വിളിച്ചത് നശിപ്പിക്കുന്ന ഒരു അന്ധവിശ്വാസമെന്നാണ്. താൻ വിവരിക്കുന്നുണ്ട് നീറോ ചക്രവർത്തി ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന കാര്യം. ടസീറ്റസ് എഴുതിയിരിക്കുന്നത് ക്രിസ്റ്റസ്, അതായത് ക്രിസ്തുവിനെ പറ്റിയാണ്. ക്രിസ്തു ടിബേറിയസ് ചക്രവർത്തിയുടെയും പോന്തിയോസ് പിലാത്തോസിൻ്റെയും കൈകളാൽ വലിയ കഷ്ടം അനുഭവിച്ചുവെന്ന്. അവിടെ തന്നെ പറയുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. യേശു ടിബേറിയസ് ചക്രവർത്തിയുടെ സമയത്ത് ജീവിച്ചിരുന്ന മനുഷ്യൻ. പൊന്തിയോസ് പിലാത്തോസിൻ്റെ ആ ഭരണത്തിൻ്റെ സമയത്ത് ക്രൂശിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. ഒരു ക്രിസ്തീയ മൂവ്മെൻറ്റിൻ്റെ ഫൗണ്ടറായി യേശു മാറുന്നു. അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ നിന്ന് തന്നെ അത് എത്രമാത്രം വിലപ്പെട്ടതാണ്. കാരണം ടസീറ്റസ് എന്ന് പറയുന്ന ഒരു നോൺ ക്രിസ്ത്യാനി അല്ലാത്ത ഒരാൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വസ്തുതകളാണ്. ഇനി അടുത്താണ് പ്ലിനി ദി യങ്ങർ. ഏകദേശം 112 AD ബിതീനിയയുടെ റോമൻ ഗവർണറായിരുന്ന പ്ലിനി ട്രാജൻ ചക്രവർത്തിക്ക് ഒരു കത്തെഴുതുകയാണ്. എന്താണ് വിഷയം? ഈ പ്ലിനി പ്രോസിക്യൂട്ട് ചെയ്യുന്ന ക്രിസ്ത്യാനികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഒരു അഡ്വൈസ് ചോദിക്കുകയാണ് ചക്രവർത്തിയോട്. അപ്പോൾ താൻ വിവരിക്കുന്നത് ക്രിസ്ത്യാനികൾ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് ഒരുമിച്ച് കൂടും ആരാധിക്കുവാൻ. എന്നിട്ടാണ് തൻ്റെ 10ാമത്തെ പുസ്തകത്തിൽ 96ാമത്തെ ആ ലെറ്ററിൽ താൻ എഴുതിയിരിക്കുന്നത്, ഈ കൂടി വരുന്നവർ ക്രിസ്തുവിനെ ദൈവത്തെ പോലെ കണ്ട് ക്രിസ്തുവിന് പാട്ടുകൾ പാടുമെന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ആ സമയത്ത് റോമൻ ചക്രവർത്തിമാരെയായിരുന്നു കണ്ടിരുന്നത് ദൈവങ്ങളെപ്പോലെ. അവരെ ആരാധിച്ചിരുന്നു, അവരെ നമസ്കരിച്ചിരുന്നു. ഹിസ്റ്റോറിയൻസ്, ചരിത്രകാരന്മാർ അതിനെ വിളിച്ചിരുന്നത് തന്നെ ദ ഇംപീരിയൽ കൾട്ട്. പക്ഷേ ഇവിടെ ഒരു ഗ്രൂപ്പ് ക്രിസ്ത്യാനികൾ, അവർ ചക്രവർത്തിയെ ആരാധിക്കുന്നതിന് പകരം ഈ യേശു എന്ന് പറയുന്ന വ്യക്തിയെ ആരാധിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ ക്രൂശീകരണത്തിന് 80 വർഷത്തിനകം തന്നെ റോമൻ സാമ്രാജ്യത്തിനുടനീളം ഉണ്ടായിരുന്ന ക്രിസ്തീയ വിശ്വാസികൾ ഓൾറെഡി യേശുവിനെ ദൈവത്തെ പോലെ കണ്ട് ആരാധിച്ചിരുന്നു, നമസ്കരിച്ചിരുന്നു. ഇത് നൂറ്റാണ്ടുകൾക്ക് ശേഷം കണ്ടുപിടിച്ച എന്തോ ഒരു വിശ്വാസമല്ല, അത് 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഇനി അടുത്താണ് താലസ്. യേശുവിനെ പറ്റി പറയുന്ന ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള ക്രൈസ്തവനല്ലാത്ത വ്യക്തിയായിരിക്കണം താലസ്. താലസിൻ്റെ ഒറിജിനൽ ആ വർക്ക് നഷ്ടപ്പെട്ടു പോയി. പക്ഷേ അതിൻ്റെ ഫ്രാഗ്മെൻറ്റിനെ ജൂലിയസ് ആഫ്രിക്കാനസ് AD 220 അടുത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. ഇനി അതിനെ തന്നെയാണ് കോട്ട് ചെയ്തുകൊണ്ട് ബൈസന്റൈൻ ചരിത്രകാരനായ ജോർജിയസ് സിങ്കല്ലസ് AD 800 അടുത്ത സമയത്ത് തൻ്റെ ക്രോണിക്കിൾ എന്ന് പറയുന്ന ആ വർക്കിൽ രേഖപ്പെടുത്തിയത്. ഈ ആഫ്രിക്കാനസ് താലസിനെ കുറ്റപ്പെടുത്തുകയാണ്. എന്താണ് കാരണം? യേശുവിൻ്റെ മരണത്തിൻ്റെ സമയത്ത് കണ്ട അന്ധകാരത്തെ സൂര്യഗ്രഹണമാണെന്നാണ് താലസ് പറഞ്ഞത്. അതിനെയാണ് ആഫ്രിക്കാനസ് കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് യേശു എന്ന് പറഞ്ഞ ആ വ്യക്തി മരിക്കുമ്പോൾ ഒരു വലിയ അന്ധകാരം ആ പ്രദേശത്തെ മൂടിയെന്നുള്ളത്. ഇനി അടുത്തതാണ് ദ ബാബിലോണിയൻ തൽമൂദ്. ഈ ബാബിലോണിയൻ തൽമൂദ് എന്ന് പറയുന്നത് യേശുവിന് ശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷം കമ്പൈൽ ചെയ്ത, അതിൻ്റെ ഫൈനൽ ഫോമിൽ കമ്പൈൽ ചെയ്ത ഒരു വർക്കാണ്. അപ്പോൾ തന്നെ ഏറ്റവും ഏർലി ആയിട്ടുള്ള യഹൂദ ആചാരങ്ങളെ അതിനകത്ത് പ്രിസർവ് ചെയ്യുന്നുമുണ്ട്. അതിനകത്ത് ട്രാക്ടേറ്റ് സൻഹദ്രിൻ 43A എന്ന് പറയുന്നതിനകത്ത് ഒരു ഭാഗമുണ്ട്. പല പണ്ഡിതന്മാരും കരുതുന്നത് അത് ചൂണ്ടിക്കാണിക്കുന്നത് നസറേനായ യേശുവിലേക്കാണെന്നാണ്. അപ്പോൾ തന്നെ ചരിത്രകാരന്മാർ പറയുന്നുണ്ട് ഈ ഒരു വർക്ക് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നുമില്ല. പക്ഷെ എല്ലാവരും ഇതിനെ ഒരു തെളിവായിട്ട് കാണുന്നുണ്ട്. യഹൂദ ആചാരത്തിൽ യേശു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവർ ഓർക്കുന്നു. യേശുവിനെ കൊന്നുകളഞ്ഞത് പെസഹായുടെ സമയത്താണ്. യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് അത്ഭുതകരമായ കഴിവുകൾ, ശക്തികൾ ഉണ്ടായിരുന്നു. യേശുവിനെ എതിർത്തവർ പറഞ്ഞത് ആ ഒരു ശക്തികളുടെ പിമ്പിൽ കൂണോത്ര ശക്തിയാണെന്നാണ്. അല്ലാതെ ഇപ്രകാരമുള്ള അത്ഭുതകരമായിട്ടുള്ള പ്രവർത്തികളൊന്നും യേശു ചെയ്തില്ല എന്ന് അവരും പറയുന്നില്ല. അപ്പം ഇത് സുവിശേഷങ്ങളിൽ കാണുന്ന ഒരു ബ്രോഡർ പാറ്റേണുമായിട്ട് സിമിലറാണ്. അതായത് യേശുവിനെ എതിർത്തവർ, യേശുവിൻ്റെ ആ ശുശ്രൂഷയെ എതിർത്തവർ ഒരു രീതിയിലും പറയുന്നില്ല അത്ഭുതകരമായിട്ടുള്ള പ്രവർത്തികൾ യേശു ചെയ്തില്ല എന്ന്. പകരം അവർ യേശുവിനെ എതിർത്തത് ഈ യേശുവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയുടെ പിൻപിലെ സോഴ്സ്, അല്ലെങ്കിൽ ആ ശക്തിയുടെ പിൻപിലെ ആ സ്രോതസ്, അതിനെ ചൊല്ലിയായിരുന്നു തർക്കം. ഇനി അടുത്തതാണ് സ്യൂട്ടോണിയസ്. സ്യൂട്ടോണിയസ് എന്ന് പറഞ്ഞാൽ ഒരു റോമൻ ചരിത്രകാരനായിരുന്നു. തൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്കാണ്
ഡി വിറ്റ സിസേറം, അതായത് സീസർമാരുടെ ജീവിതങ്ങൾ. ആദ്യത്തെ 12 സീസർമാർ, അതായത് ജൂലിയസ് സീസർ മുതൽ ഡൊമീഷ്യൻ സീസർ വരെ, ഡൊമീഷ്യൻ ചക്രവർത്തി വരെയുള്ളവരുടെ ജീവിതങ്ങളെയാണ് താൻ വിവരിക്കുന്നത്. അപ്പോൾ ക്ലോഡിയസിൻ്റെ ജീവിതത്തെപ്പറ്റി എഴുതുമ്പോൾ, അതായത് ഏകദേശം AD 41 മുതൽ 54 വരെയുള്ള കാലയളവിലെ കാര്യങ്ങളാണ് താൻ എഴുതുന്നത്. അപ്പോൾ താൻ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് യഹൂദരെ റോമിൽ നിന്ന് ചക്രവർത്തി പുറത്താക്കാനായിട്ടുള്ള കാരണം താൻ എഴുതുന്നുണ്ട്. ക്രിസ്തുവിനെ ചൊല്ലി യഹൂദരുടെ ഇടയ്ക്ക് എപ്പോഴും തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു എന്ന് കണ്ടിട്ടാണ് ചക്രവർത്തി യഹൂദരെ റോമിൽ നിന്ന് പുറത്താക്കിയത്. അപ്പോൾ സ്യൂട്ടോണസിൻ്റെ ആ ഒരു റെഫറൻസിൽ നിന്ന് വ്യക്തമാണ് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു സമയം കഴിഞ്ഞ് 100 വർഷത്തിനുള്ളിൽ തന്നെ യേശു എന്ന് പറഞ്ഞ വ്യക്തി ജീവിച്ചിരുന്നുവെന്ന് പലർക്കും അറിയാമായിരുന്നു. യേശു വളരെ പോപ്പുലറായ, അപ്പോൾ തന്നെ കോൺട്രവേഴ്സ്യലായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരുന്നെന്നും ഈ യഹൂദ സമൂഹത്തിനുള്ളിൽ പല ഡിസ്റ്റർബൻസസും യേശുവിൻ്റെ ആ മൂവ്മെൻ്റ് നിമിത്തം ഉണ്ടായി എന്നും, അത് ക്ലോഡിയസ് ചക്രവർത്തിയുടെ ആ സമയത്ത് ഇതെല്ലാം നടന്നു എന്നുള്ളത് വ്യക്തമായി നമുക്ക് കാണാം. ഇത് തന്നെയാണ് ബൈബിളിൽ കാണുന്ന റെക്കോർഡും ഊന്നി പറയുന്നത്. ഇനിയാണ് ലൂസിയൻ ഓഫ് സമോസാറ്റ. ഈ ലൂസിയൻ ഓഫ് സമോസാറ്റ ഒരു ഫേമസ് ആയിട്ടുള്ള ഗ്രീക്ക് തമാശക്കാരനായിരുന്നു. താൻ യേശുവിനെ പറ്റി തൻ്റെ ആ വർക്ക് ദ ഡെത്ത് ഓഫ് പെരിഗ്രീൻ എന്ന് പറയുന്ന വർക്കിൽ എഴുതിയിട്ടുണ്ട്. ഏകദേശം AD 165 ശേഷമാണ് ആ വർക്ക് എഴുതുന്നത്. അതിനകത്ത് ഈ ലൂസിയൻ ക്രിസ്ത്യാനികളെ കളിയാക്കുകയാണ്. അപ്പോൾ തൻ്റെ ആ പ്രസ്താവനയിൽ ലൂസിയൻ സമ്മതിക്കുന്ന ചില ചരിത്രപരമായിട്ടുള്ള വസ്തുതകളുണ്ട്. അതായത് ക്രൂശിക്കപ്പെട്ട യേശു ഒരു മതത്തിൻ്റെ സ്ഥാപകനായി, തൻ്റെ ശിഷ്യന്മാർ കൺവേർട്ട് ആകുമ്പോൾ അവർ പരസ്പരം സഹോദരന്മാർ എന്ന് കാണുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനെ ദൈവത്തെ പോലെ ആരാധിച്ചു. ഇതെല്ലാം ലൂസിയൻ പറയുന്നുണ്ട്. പിന്നുള്ളതാണ് സെൽസസ്. സെൽസസ് 2ാമത്തെ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഗ്രീക്ക് ഫിലോസഫറായിരുന്നു. താൻ ക്രിസ്തീയ വിശ്വാസത്തെ അറ്റാക്ക് ചെയ്തുകൊണ്ട് എഴുതുകയാണ് തൻ്റെ ആ വർക്കിൽ ദ ട്രൂ ഡോക്ട്രിൻ. അത് താൻ എഴുതുന്നത് ഏകദേശം 175 AD. അപ്പം സെൽസസിൻ്റെ കുറ്റപ്പെടുത്തലുകൾ യേശുവിനെയും ക്രിസ്തീയ വിശ്വാസത്തെയും എല്ലാം കുറ്റപ്പെടുത്തി പറയുന്നതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, സെൽസസ് പറയുന്നുണ്ട് യേശു ജനിച്ചത് ഒരു പാവം കന്യകയിൽ, യേശു അത്ഭുതകരമായ പ്രവർത്തികൾ ചെയ്തു, യേശു ദൈവമാണെന്ന് അവകാശപ്പെട്ടു. ഇനിയാണ് ഫ്ലെഗൺ. ഫ്ലെഗൺ ഒരു ഏൻഷ്യൻ ചരിത്രകാരനായിരുന്നു. തൻ്റെ ഒറിജിനൽ ആ വർക്ക് ക്രോണിക്കിൾസ് എന്ന് പറയുന്ന വർക്ക് നഷ്ടപ്പെട്ടു പോയി. അത് എഴുതിയത് ഏകദേശം 140 AD കരുതുന്നത്. പക്ഷെ തൻ്റെ ആ വർക്കിനെ ഒറിഗൺ സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വർക്ക് പ്രകാരം യേശു കൃത്യതയോടുകൂടി തന്നെ ഭാവിയെപ്പറ്റി പ്രവചിച്ചു. ടിബേറിയസ് സീസറിൻ്റെ സമയത്ത് യേശുവിനെ ക്രൂശിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് യേശുവിൻ്റെ ശിഷ്യന്മാർ വിശ്വസിച്ചു. യേശുവിൻ്റെ ആണിപ്പഴുതുള്ള കരങ്ങൾ തൻ്റെ ശിഷ്യന്മാരെ കാണിച്ചു. ഇതെല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് കാണേണ്ടതാണ് ഏറ്റവും ഏർലി ആയിട്ടുള്ള ക്രിസ്തീയ എഴുത്തുകാർ യേശുവിനെ പറ്റി എന്താണ് പറഞ്ഞതെന്നുള്ളത്. ഒന്നാമത് ക്ലെമൻ്റ്. 1ാം നൂറ്റാണ്ടിൽ റോമിലെ സഭയിലെ ഒരു ലീഡറായിരുന്നു. താൻ കോരിന്തിലുള്ള സഭയ്ക്ക് ഒരു കത്തെഴുതുന്നുണ്ട്. ഏകദേശം 70 മുതൽ 96 AD കാലയളവിലാണ് അത് എഴുതിയത്. അതിനകത്ത് ക്ലെമൻ്റ് പറയുന്നുണ്ട് യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ, യേശുവിൻ്റെ മരണം, മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർപ്പിനെ പറ്റി എല്ലാം ക്ലെമൻ്റ് പറയുന്നുണ്ട്. ഇനി രണ്ടാമത് ഇഗ്നേഷ്യസ് ഓഫ് ആൻറ്റിയോക്ക്. ഈ ഇഗ്നേഷ്യസ് ഓഫ് ആൻറ്റിയോക്ക് സ്മിർണയിലുള്ളവർക്ക് ഒരു കത്തെഴുതുന്നുണ്ട് ഏകദേശം AD 110. അതിനകത്ത് ഇഗ്നേഷ്യസ് പറയുന്നത് പൊന്തിയോസ് പീലാത്തോസിൻ്റെയും ഹേരോദിൻ്റെയും ഭരണത്തിൻ്റെ സമയത്ത് യേശുവിനെ ക്രൂശിച്ചു. യേശു ആ കഷ്ടം അനുഭവിച്ചതെല്ലാം നമുക്ക് വേണ്ടിയാണെന്നും യഥാർത്ഥമായും അനുഭവിച്ചു. ചുമ്മാതെ അപ്പിയറൻസിൽ മാത്രമല്ല, അക്ഷരാർത്ഥത്തിൽ യേശു ആ കഷ്ടം അനുഭവിച്ചു. എന്നിട്ട് യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നും കൂടി ഇഗ്നേഷ്യസ് പറയുന്നുണ്ട്. ഇനിയാണ് പോളിക്കാർപ്പ്. സ്മിർണയിലെ ബിഷപ്പായിരുന്ന പോളിക്കാർപ്പ് ഫിലിപ്പിയർക്ക് ഒരു ലെറ്റർ എഴുതുന്നുണ്ട്. ഏകദേശം 110 മുതൽ 140 AD ആ ഒരു കാലയളവിലാണ് എഴുതുന്നത്. അതിനകത്ത് പോളിക്കാർപ്പ് ഊന്നി പറയുന്നുണ്ട് യേശുവിൻ്റെ മനുഷ്യാവതാരം, കഷ്ടമനുഭവിക്കൽ, മരണം, അടക്കം, ഉയർത്തെഴുന്നേൽക്കൽ, മഹുദ്ധീകരണം, ഇനിയും ഭാവിയിൽ വരുവാൻ പോകുന്ന 2ാം വരവ്, ഇതിനെപ്പറ്റിയെല്ലാം പറയുന്നുണ്ട്. ആ ലെറ്ററിൽ നിന്ന് വ്യക്തമാണ് ഈ വിശ്വാസങ്ങളൊക്കെ ആ ആദിമ സഭയിലെ അപ്പോസ്തോലന്മാരുടെ കാലയളവിൽ തന്നെ സ്ഥാപിക്കപ്പെട്ടതായിരുന്നു. ഏറ്റവും ആദ്യത്തെ ക്രിസ്തീയ ടെസ്റ്റിമണി സാക്ഷ്യമനുസരിച്ച് ഈ പോളിക്കാർപ്പിനെ പഠിപ്പിച്ചത് അപ്പോസ്തോലനായ യോഹന്നാൻ ആയിരുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അപ്പോസ്തോലിക കാലഘട്ടവും സഭായുഗത്തിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു കണ്ണി തന്നെയാണ് പോളിക്കാർപ്പ്. ഇനിയാണ് ജസ്റ്റിൻ മാർട്ടിർ. തൻ്റെ ആ വർക്കിൽ ഫസ്റ്റ് അപ്പോളജി താൻ എഴുതുന്നത്
155 മുതൽ 187 AD അക്കാലയളവിൽ. അതിനകത്ത് ജസ്റ്റിൻ മാർട്ടിർ പ്രസൻറ്റ് ചെയ്യുന്നത് യേശു ചരിത്രപരമായിട്ടുള്ള ഒരു ടീച്ചറായിരുന്നു. പൊന്തിയോസ് പിലാത്തോസിൻ്റെ ആ ഭരണത്തിൻ്റെ സമയത്ത് ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കരയേറി. താൻ അത് എഴുതിയത് റോമൻ ചക്രവർത്തിയായ അന്റോണിനസ് പയസിന് ഡയറക്റ്റായിട്ടാണ് എഴുതുന്നത്. ക്രിസ്തീയ വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് എഴുതുകയാണ്. എന്നിട്ട് ജസ്റ്റിൻ പ്രസൻറ്റ് ചെയ്യുന്നത് ഈ അവകാശവാദങ്ങൾ, ഈ വിശ്വാസ അവകാശവാദങ്ങളെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരുന്നുവെന്നും ആ ഒരു 2-ാം നൂറ്റാണ്ടിൻ്റെ പകുതി ആകുന്നതിന് മുമ്പ് തന്നെ ഈ വിശ്വാസങ്ങളെല്ലാം വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു, സുസ്ഥാപിതമായിരുന്നു എന്ന് താൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ തെളിവുകളെല്ലാം കൂടെ ഒരുമിച്ച്, അതായത് യഹൂദ, റോമൻ, ഗ്രീക്ക്, പിന്നെ ഏറ്റവും ആദ്യത്തെ ക്രിസ്തീയ സ്രോതസ്സുകൾ, സോഴ്സസ് എല്ലാം കൂടെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ വളരെ കൺസിസ്റ്റൻ്റായ, സ്ഥിരതയാർന്ന ഒരു പിക്ചറാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് യേശു 1-ാം നൂറ്റാണ്ടിൽ യഹൂദിയ എന്ന് പറയുന്ന പ്രദേശത്ത് ജീവിച്ചിരുന്നു. യേശു ഒരു യഹൂദ ഉപദേഷ്ടാവായിരുന്നു. യോഹന്നാൻ സ്നാപകനാണ് യേശുവിനെ സ്നാനം കഴിപ്പിച്ചത്. യേശുവിന് ശിഷ്യന്മാരുണ്ടായിരുന്നു. യേശു അത്ഭുതകരമായ പ്രവർത്തികൾ ചെയ്തിരുന്നു. പൊന്തിയോസ് പിലാത്തോസിൻ്റെ ഭരണത്തിൻ്റെ സമയത്ത് യേശുവിനെ ക്രൂശിച്ചു. യേശുവിൻ്റെ മരണത്തിന് ശേഷം യേശുവിൻ്റെ ശിഷ്യന്മാർ ആത്മാർത്ഥമായും വിശ്വസിച്ചു യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. അപ്പോൾ ചരിത്രകാരന്മാർ ചർച്ച ചെയ്യും എങ്ങനെയാണ് ഉയർപ്പിനെ പറ്റി എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത്. ക്രിസ്ത്യാനികൾ പറയും യേശു യഥാർത്ഥമായും ഉയർത്തെഴുന്നേറ്റു. മറ്റ് ചില എക്സ്പ്ലനേഷൻസ് ഒക്കെ കൊടുക്കും. എന്തായാലും എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, യേശുവിൻ്റെ ശിഷ്യന്മാർ ആത്മാർത്ഥമായും വിശ്വസിച്ചിരുന്നു, അവർ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടിരുന്നുവെന്ന്. അപ്പോൾ ഇവിടെയാണൊരു ചോദ്യം. എല്ലാ സംശയത്തിനും അപ്പുറം യേശു ജീവിച്ചിരുന്നു എന്ന് ഒരു വ്യക്തി തെളിയിക്കുന്നെങ്കിൽ തന്നെ അതുകൊണ്ട് എന്താണ് ഗുണം? യേശു ജീവിച്ചിരുന്നു എന്ന് അറിയുന്നതിലൂടെ അതാരെയും രക്ഷിക്കുന്നില്ല. അല്ലെങ്കിൽ യേശു ക്രൂശയിൽ മരിച്ചു എന്ന് വിശ്വസിക്കുന്നതിലൂടെ ആ ഒരു അറിവും കൊണ്ട് മാത്രം അതാരെയും രക്ഷിക്കുന്നില്ല. യാക്കോബ് ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഭൂതങ്ങൾ പോലും വിശ്വസിക്കുന്നുണ്ട് ദൈവത്തെപ്പറ്റിയുള്ള ചില ആത്മീക സത്യങ്ങളെക്കുറിച്ച്, അവർ വിറയ്ക്കുന്നുണ്ടെന്നും. ചരിത്രം നമ്മളെ ഒരു വാതിൽ പടി വരെ എത്തിക്കുകയുള്ളൂ. പക്ഷെ ക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസവും ആ ആശ്രയം മാത്രമേ ആ വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിപ്പിക്കുവാനായിട്ടുള്ള രീതിയിൽ സാധിക്കുകയുള്ളൂ. ബൈബിൾ ഒരു കാര്യവും അന്ധമായിട്ട് അങ്ങ് വിശ്വസിക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല. ഇപ്പം ലൂക്കോസ് തൻ്റെ ആ സുവിശേഷം എഴുതുമ്പോൾ തന്നെ പറയുന്നുണ്ട്, തിയോഫിലസിനാണ് താനത് എഴുതുന്നത്. അപ്പോൾ തന്നെ ലൂക്കോസ് പറയുകയാണ്, യേശുവിൻ്റെ ആ ജനനത്തെപ്പറ്റിയുള്ള ആദ്യം മുതലുള്ള കാര്യങ്ങൾ, യേശുവിൻ്റെ ജീവിതം, ശുശ്രൂഷ, പിന്നെ കഷ്ടമനുഭവിച്ച് മരിക്കുക, ക്രൂശീകരണം, അടക്കം, ഉയർപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെയധികം സെർട്ടൻറ്റിയോടുകൂടി, വളരെയധികം കൃത്യതയോടുകൂടി, കെയർഫുള്ളായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താണ് ലൂക്കോസ് അത് എഴുതുന്നത് എന്ന് ലൂക്കോസ് തന്നെ പറയുന്നുണ്ട്. ക്രിസ്തീയ വിശ്വാസം യഥാർത്ഥ ചരിത്രത്തിൽ വേരൂന്നിയതാണ്. യേശു ചരിത്രത്തിൽ ജനിച്ചു, യേശു ചരിത്രത്തിൽ ജീവിച്ചു, യേശു ചരിത്രത്തിൽ മരിച്ചു. തിരുവെഴുത്ത് പ്രകാരം യേശു ചരിത്രത്തിൽ ഉയർത്തെഴുന്നേറ്റു. അപ്പോസ്തലനായ പൗലോസ് തന്നെ 1 കൊരിന്ത്യർ 15:3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്, തിരുവെഴുത്ത് പ്രകാരം ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, അനേക ദൃക്സാക്ഷികൾക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പെന്ന് പറയുന്നതിന് ഒരു മിഥ്യയോ അല്ലെങ്കിൽ ഒരു ലെജൻഡോ അല്ല, അനേക സാക്ഷികൾ കണ്ട ഒരു ചരിത്രപരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ യേശു ഇന്നും മത്തായി 16:15 യേശു ചോദിച്ച ആ ഒരു വലിയ ചോദ്യം നമ്മളോടും ചോദിക്കുക, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു? നമ്മളെല്ലാം അതിന് ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. യേശു ജീവിച്ചോ എന്നുള്ളതല്ല വിഷയം, യഥാർത്ഥത്തിൽ യേശു ആരാണ്? യേശു ഒരു ഉപദേഷ്ടാവ് മാത്രമായിരുന്നെങ്കിൽ യേശുവിനെ നമുക്ക് ആദരിക്കാം. യേശു ഒരു പ്രവാചകൻ മാത്രമായിരുന്നെങ്കിൽ യേശുവിനെ നമുക്ക് ബഹുമാനിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ യേശു ദൈവപുത്രനാണെങ്കിൽ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെങ്കിൽ, നമ്മുടെ ആരാധനയ്ക്ക്, നമ്മുടെ മാനസാന്തരത്തിന്, നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആശ്രയത്തിനും വിശ്വാസത്തിനും യേശു അർഹനാണ്. ചരിത്രം നമ്മളോട് പറയുന്നത് യേശു ജീവിച്ചു എന്നുള്ളത്. സുവിശേഷത്തിന് മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ യേശു എന്തിനാണ് വന്നതെന്നുള്ളത്. യേശു വന്നത് നമ്മളെ ഓരോരുത്തരെയും, നഷ്ടപ്പെട്ടു പോയവരെ കണ്ടുപിടിച്ച് രക്ഷിക്കുവാൻ, നമ്മുടെ പാപങ്ങൾക്ക് മറുവിലയാകുവാൻ, ക്രൂശിക്കപ്പെടുവാനാണ് യേശു വന്നത്. എന്നിട്ട് യേശുവിൻ്റെ ഉയർപ്പിലൂടെ മരണത്തെ തോൽപ്പിക്കുകയും ചെയ്തു യേശു ക്രിസ്തു. ഏതൊരു വ്യക്തിയും സ്വന്തം പാപങ്ങളെ വിട്ട് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട്
യേശുവിൽ വിശ്വാസം അർപ്പിക്കുന്നെങ്കിൽ യേശു സൗജന്യമായി നിത്യജീവൻ അങ്ങനെയുള്ളൊരു വ്യക്തിക്കും കൊടുക്കും. അതുകൊണ്ട് ചരിത്രപരമായിട്ടുള്ള ആ തെളിവിൻ്റെ അവിടെ വരെയും കൊണ്ട് നിർത്തരുത്. ആ തെളിവുകൾ നമ്മളെ രക്ഷിതാവിങ്കിലേക്ക് എത്തിക്കണം. കാരണം ഏറ്റവും വലിയ ചോദ്യം യേശു ജീവിച്ചിരുന്നോ എന്നുള്ളതല്ല. ഏറ്റവും വലിയ ചോദ്യം, നിങ്ങൾക്ക് യേശുവിനെ അറിയാമോ? ബൈബിളിലെ ഓരോ പുസ്തകങ്ങളും 66 പുസ്തകങ്ങളിലെ ഓരോ പുസ്തകത്തിലും യേശു നിറഞ്ഞു നിൽപ്പുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഇതിനു മുമ്പ് ഞാൻ മറ്റൊരു സന്ദേശത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ യേശുക്രിസ്തുവിൽ വ്യക്തിപരമായി വിശ്വാസം നിങ്ങൾ ഇതുവരെ അർപ്പിച്ചില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് പ്രോത്സാഹിപ്പിക്കുവാനായിട്ടുള്ളത് സുവിശേഷങ്ങൾ ഒന്ന് പെതുക്കെ വായിച്ചു തുടങ്ങുക. പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം ഒന്ന് മനസ്സ് തുറന്ന് ഒന്ന് ദൈവത്തോട് ചോദിക്കുക. അങ്ങനെ ഒന്ന് വായിക്കുക. ആരാണ് യേശു? അങ്ങനെ ചോദിച്ചുകൊണ്ടൊന്ന് വായിക്കുക. യോഹന്നാൻ 20:31 പറയുന്നത്, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഈ ഒരു സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായെങ്കിൽ, ചരിത്രപരമായി യേശു ജീവിച്ചിരുന്നോ എന്ന സംശയങ്ങളുള്ള ആരെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വരുന്നെങ്കിൽ അവർക്ക് പ്രത്യേകം നിങ്ങൾ ഈ സന്ദേശം ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ചേർന്ന് കാണുന്ന ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഒരു ബാക്കപ്പായിട്ടുള്ള രീതിയിൽ ഈ സന്ദേശങ്ങളുടെ ലിങ്കുകൾ നിങ്ങളുടെ ടെലഗ്രാമിലേക്ക് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ജോയിൻ ചെയ്ത് വെച്ചേക്കുക. ആ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.